അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച സാധാരണ നമ്മുടെ ഷാജഹാനിക്കായുടെ കടയും അതുപോലെ തന്നെ പുതുതായി നമ്മുടെ ഉസ്മാൻ ഹാജിയും അതുപോലെ തന്നെ ഫായിസും സുമിയും പാർട്ണർഷിപ്പിൽ ചേർന്നിട്ടുള്ള പുതിയ കടയും രണ്ടും അന്ന് ലീവാണ്. സാധാരണ ഞായറാഴ്ച നമ്മുടെ ഷാജഹാനിക്കയും ഭാര്യ ലൈലാത്തയും സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ടാണ് എണീക്കുക. സുമി വന്നതിന് ശേഷം അത് അവളുടെ ഓർഡറാണ്. അവൾ പറയും, ഉമ്മയും ഉപ്പയും എന്നും കഷ്ടപ്പെടുകയല്ലേ, ഒരു ദിവസം ഉമ്മാക്കും ഉപ്പാക്കും റെസ്റ്റാണ്. അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനുണ്ട്, നുഷൈബുണ്ട്, നൂറുണ്ട്. അപ്പോൾ ഉമ്മ അടുക്കളയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഉപ്പാൻ്റെയും ഒരു ആവശ്യവും ഇവിടെയില്ല. ഈ ഒരു ദിവസം നിങ്ങൾക്ക് റെസ്റ്റാണ്. കാരണം ഇത്രയും പ്രായമായിട്ടും നിങ്ങൾ ബാക്കിയുള്ള ദിവസമൊക്കെ ഓടിപ്പാഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കുടുംബം പോറ്റുന്നുണ്ട്. ഞങ്ങളെല്ലാം സഹായിക്കുന്നുണ്ടെങ്കിലും നിങ്ങളാണല്ലോ മുൻപന്തിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് റെസ്റ്റാണ്. അതാണ് അവളുടെ ഓർഡർ. എന്നിട്ട് നൂറായും നുഷൈബായും സുമിയും അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളാണെങ്കിൽ ഫായിസും എല്ലാം അവർ ഏറ്റെടുത്ത് ഉത്തരവാദിത്വത്തോടെ വളരെ മനോഹരമായിട്ട് തന്നെ നിറവേറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ നൂറായും നുഷൈബായും അതുപോലെ തന്നെ സുമിയും രാവിലെ എണീറ്റ് അന്നത്തെ സുബഹി നമസ്കാരമെല്ലാം കഴിഞ്ഞ് മുറ്റമടിക്കലും എല്ലാം കഴിഞ്ഞ് അന്നത്തെ ചായയും കടിയും അതുപോലെയുള്ള പണികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 9 മണിയായപ്പോൾ നമ്മുടെ സുമി പോയിട്ട് ഷാജഹാനിക്കായെയും ലൈലാത്തയെയും വിളിച്ചു. കതകിൽ തട്ടി. അങ്ങനെ കതകിൽ തട്ടിയപ്പോൾ നമ്മുടെ ലൈലാത്ത വന്ന് ഡോറ് തുറന്നു. ഉമ്മ ഉപ്പ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ വരുന്നില്ലേ, നമുക്കെല്ലാവർക്കും എന്നാൽ ഒരുമിച്ചിരുന്ന് കുടിക്കാം എന്നെല്ലാം പറഞ്ഞു അവൾ. നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തയും മുഖമെല്ലാം കഴുകി ഒന്നുകൂടി ഫ്രഷായി വന്നു. നമസ്കാര സമയത്ത് അവർ ബ്രഷ് ചെയ്യുന്നതാണ്. എന്നാൽ കുറച്ച് സമയം കുടിയിറങ്ങിയതിൻ്റെ ആ ഒരു ക്ഷീണം മുഖത്തുണ്ടാവുമല്ലോ, അതുകൊണ്ട് അവർ മുഖമെല്ലാം കഴുകി ഫ്രഷായി വന്നു. അപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ഫായിസും എത്തിയിട്ടുണ്ട്. നൂറായും നുഷൈബായും സുമയും കൂടി നല്ല പുട്ടും ചൂടുള്ള കടലക്കറിയും നല്ല ചൂടുള്ള പുട്ടും അതുപോലെ തന്നെ നല്ല ചൂടുള്ള പാൽച്ചായയും എല്ലാം മേശമേൽ നിരത്തി വെച്ചിട്ടുണ്ട്. അടുക്കളയിലേക്ക് പോരുന്നതിന് മുൻപ് റൂമിൽ നിന്നും ഷാജഹാനിക്ക ഭാര്യയോട് ചോദിച്ചു, ലൈല, നമുക്ക് ചായ കുടിക്കുമ്പോൾ മോളോട് അഭിപ്രായം ചോദിക്കാം അല്ലേ? എന്താണ് അവളുടെ അഭിപ്രായം കല്യാണത്തിനെ കുറിച്ച്? അപ്പോൾ ലൈലാത്ത പറഞ്ഞു, വരി നിൽക്കി, ഇപ്പോൾ തന്നെ ചോദിക്കേണ്ട. പെട്ടെന്ന് നമ്മൾ ചായ കഴിക്കുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മോന് വിഷമമാകുമോ എന്നൊന്നും അറിയില്ല. ഇനി അവൻ ഇന്നലത്തെ പോലെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എണീറ്റ് പോയാൽ അത് എല്ലാവർക്കും ഒരു വിഷമമാകും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടില്ലേ നിങ്ങൾ, നൂറായും നുഷൈബായും സുമി എല്ലാം എണീറ്റ് പോയി. അതേ അവസ്ഥയായിരിക്കും ഇപ്പോൾ കഴിക്കാനിരുന്നാൽ നമ്മൾ ചോദിച്ചാൽ. വരട്ടെ, ഇന്ന് നമ്മൾ ലീവാണല്ലോ, അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, നമുക്ക് കുറച്ച് സാവകാശത്തിന് ഒഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജഹാനിക്കാക്കും തോന്നി, എന്നാൽ അങ്ങനെയാവട്ടെ, വൈകിട്ട് വിളിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉസ്മാൻ ഹാജി. അപ്പോൾ അദ്ദേഹത്തിന് വിവരം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിനുള്ളിൽ ചോദിച്ചാൽ മതിയല്ലോ അല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ചായ കുടിക്കാനായി ടേബിളിലേക്ക് എത്തി. അവർ പതിവ് പോലെ ചായയെല്ലാം കുടിച്ചു പരസ്പരം ഓരോ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി. പതിവ് പോലെ തന്നെ അവർ അങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ഷാജഹാനിക്കയും ഭാര്യ ലൈലാത്തയും പിന്നെ നൂറായുടെയും നുഷൈബായുടെയും ഫായിസിൻ്റെയും സുമിയുടെയും മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തലേ ദിവസം അങ്ങനെയൊരു സംഭവം നടന്നതിൻ്റെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു വിഷമമോ അങ്ങനെ ഒന്നും അവരുടെ മുഖത്ത് കണ്ടില്ല. അവർ സാധാരണ പോലെ തന്നെ ചിരിച്ച് കളിച്ച് നല്ല രീതിയിലാണ്. അത് കണ്ടപ്പോൾ തന്നെ ഷാജഹാനിക്കാക്ക് തോന്നി, ഒരു പക്ഷേ സുമിക്ക് ഈ ഒരു കല്യാണമായിരിക്കുമോ താല്പര്യം. ഫായിസിന് ഇന്നലെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്തെങ്കിലും അവൻ എണീറ്റ് പോയതായിരിക്കും. അങ്ങനെയെല്ലാം അവർ വെറുതെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ലൈലാത്തയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു.
അങ്ങനെ ചായ എല്ലാം കുടിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം അവർ പാത്രം കഴുകാൻ സുമിയും അതുപോലെ തന്നെ നുഷൈബായും നൂറായും അടുക്കളയിലേക്ക് പോയി. ഫായിസ് പറഞ്ഞു, ഞാൻ പുറത്ത് നമ്മുടെ വാഴയ്ക്കൊക്കെ അവൻ അങ്ങനെയാണ്, ഞായറാഴ്ച ഒഴിവുള്ള ദിവസം അങ്ങനെ പുറത്ത് വല്ലാതെ കറങ്ങാൻ പോവുകയോ അങ്ങനെ ഉള്ളതൊന്നുമില്ല. അവൻ അവിടെ തൊടിയിൽ വാഴകൾക്കൊക്കെ മണ്ണിടുക, അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെല്ലാം മണ്ണിടും. അതുപോലെ തന്നെ കോഴിക്കൂട് അതുപോലെ തന്നെ ആട്ടിൻകൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വീട്ടിൽ തന്നെ അവൻ മിക്കവാറും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനെന്നാൽ തൊടിയിലൊക്കെ ഒന്ന് പോയി വരാം, പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്യൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് തൊടിയിലേക്കായി പോയി. ലൈലാത്തയും അതുപോലെ തന്നെ ഷാജഹാനിക്കയും അവിടെ നിന്ന് അവരുടെ റൂമിലേക്ക് പോയി. ലൈലാത്ത അടുക്കളയിലേക്കൊക്കെ ഒന്ന് വന്നു. അപ്പോൾ സുമി പറഞ്ഞു, ഉമ്മ നിങ്ങളെ ഈ പരിസരത്ത് കാണരുത്, ഈ ഒരു ദിവസം നിങ്ങളെ ഇവിടെ കാണരുത് എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വേഗം കെട്ടിയോനുമായി റൂമിൽ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് പ്രണയിച്ച് വരി എന്നെല്ലാം പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മുടെ നൂറായും ഷെയ്ബായും പറഞ്ഞു, കാമുകന്മാർ എന്നാൽ വേഗം ഇവിടെ നിന്ന് സ്ഥലം വിട്ടാട്ടെ, അടുക്കളയിലേക്ക് പോയിക്കോളി എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും 2 പേരെ അവിടെ നിന്ന് വേഗം തന്നെ പറഞ്ഞയച്ചു. അങ്ങനെ നമ്മുടെ സുമിയുടെയും അതുപോലെ തന്നെ നൂറായുടെയും നുഷൈബായുടെയും തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഫായിസും അവൻ്റെ തൊടിയിലെ പണികളെല്ലാം ഒന്ന് തീർത്ത് അങ്ങനെ അവനും അടുക്കളയിലെത്തി. അവൻ പറഞ്ഞു, കുടിക്കാൻ എന്തെങ്കിലും താ മക്കളെ, ആ വെയിലത്ത് പണിയെടുത്ത് വന്നതാണ്, ഞാൻ ആകെ വിയർത്തു. അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു, എൻ്റെ ഇക്കാക്ക് ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളം ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല നാരങ്ങയുമുണ്ട്, അതിട്ടിട്ട് ഞാൻ നല്ലൊരു ലൈം ഉണ്ടാക്കി തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നൂറ നമ്മുടെ ഫായിസിന് നല്ല തണുത്ത ലൈം ഉണ്ടാക്കി കൊടുത്തു. അവൻ അതെല്ലാം കുടിച്ചതിൻ്റെ ശേഷം നമ്മുടെ നൂറായുടെ നുഷൈബായോടും ആയിട്ട് ചോദിച്ചു, അല്ല, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, എന്തായി? നിങ്ങൾ ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചോ? ഇനി നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇനി എൻ്റെ പെണ്ണിനെ എനിക്ക് നഷ്ടമാവും കേട്ടോ. നിങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് നീക്കി മക്കളെ, അല്ലെങ്കിൽ ആ ഉസ്മാൻ ഹാജി വിളിച്ചാൽ ഞാനും സുമിയും പെടുമേ, അങ്ങനെയെല്ലാം പറയുന്നുണ്ട് അവൻ. അപ്പോൾ അവർ 2 പേരുമായി പറഞ്ഞു, നിക്ക് ഇക്ക, ഒരു സാവകാശം, ഇത്ര ധൃതി പാടില്ല കേട്ടോ, വൈകുന്നേരമല്ലേ അദ്ദേഹം വിളിക്കുക, സമയം ആകെ 12 മണി ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉമ്മാനോടും ഉപ്പാനോടും സംസാരിക്കാം, ഒന്ന് ധൃതി കൂട്ടല്ലേ എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുമി പറഞ്ഞു, ഉമ്മായും ഉപ്പായും ഇപ്പോൾ റൂമിൽ ഫ്രീ ആണല്ലോ, എന്തായാലും നിങ്ങളൊന്ന് പോയി സംസാരിച്ചിട്ട് വരി. എനിക്കും ഫായിസിക്കാക്കും അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാഞ്ഞിട്ട് മനസ്സിലൊരു വേവലാതി, അതുകൊണ്ട് ഇപ്പോൾ അവർ ഫ്രീ ആയിരിക്കും, നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വരി എന്ന് പറഞ്ഞു. അപ്പോൾ നൂറായും നുഷൈബായും അവരെ 2 പേരെയും കളിയാക്കി, അയ്യടാ, പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഒരു ധൃതി കണ്ടില്ലേ, എന്തായാലും നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ ഷാജഹാനിക്കായുടെയും ലൈലാത്തയുടെയും റൂമിൻ്റെ അടുത്തെത്തി. അങ്ങനെ അവർ നമ്മുടെ നൂറ ഡോറിൽ തട്ടി, ഉമ്മ, ഉപ്പ, ഈ കതകൊന്ന് തുറന്നേ, അവർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലൈലാത്തയും ഷാജഹാനിക്കയും റൂമിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. സുമിമോൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് ചോദിക്കാം അല്ലേ എന്ന് അവർ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ലൈലാത്ത ഡോർ തുറന്നു കൊടുത്തു. 2 പേരുമുണ്ടല്ലോ, എന്താ മക്കളെ, അവർ ചോദിച്ചു. ഉമ്മയും ഉപ്പയും പ്രത്യേകിച്ച് തിരക്കിലൊന്നുമല്ലല്ലോ, ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, എന്നാൽ കയറി വരീം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഷാജഹാനിക്ക അവരുടെ റൂമിൽ തന്നെ ഒരു ചെയറുണ്ട്, അതിന്മേൽ ഇരുന്നു. അതുപോലെ തന്നെ നൂറായും ഷെയ്ബായും ലൈലാത്തയും കട്ടിലും ഇരുന്നു. അവർ 2 പേരും അവരോടായി പറഞ്ഞു, എന്നാൽ ഇനി എൻ്റെ മക്കൾ പറ, എന്താണ് നിങ്ങൾക്ക് ആവശ്യം? എന്തോ തരികിട ഉണ്ടല്ലോ, 2 പേരുടെയും ഈ ഒരു പതിഞ്ഞുള്ള നിൽപ്പ് കണ്ടിട്ട് എന്തോ ഒപ്പിച്ച മട്ടുണ്ടല്ലോ, എന്തോ കാര്യം സാധിക്കാനുള്ള മട്ടുണ്ടല്ലോ എന്നെല്ലാം കളിയാക്കുന്നുണ്ട് അവർ. നമ്മുടെ നുഷൈബ എടുത്തടിച്ച പോലെ ചോദിച്ചു, അല്ല ഉമ്മ, ഉപ്പ, നിങ്ങൾക്കിങ്ങനെ നടന്നാൽ മതിയോ? ഒരു അമ്മായിമ്മയും അമ്മോശനൊക്കെ ആവണ്ടേ? അപ്പോൾ അവർ ചോദിച്ചു, നമ്മുടെ ലൈലാത്ത ചോദിച്ചു, ആർക്കാ ഇപ്പോൾ പെട്ടെന്ന് കല്യാണം വേണ്ടത്? നൂറ, നിനക്കാണോടി? മൂത്തത് അവളാണ്,
ഒരു ചെറിയ വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ, രണ്ട് വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ അവർ തമ്മിൽ. നൂറ, നിനക്കാണോടി? നീ സത്യം പറ പെണ്ണേ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ലൈലാത്ത അവളെ കളിയാക്കി. അപ്പോൾ നൂറാക്ക് ചെറുതായി ദേഷ്യം വന്നു. എൻ്റെ ഉമ്മ, എനിക്കൊന്നുമല്ല കല്യാണം, നമ്മുടെ ഫായിസിക്കാകനെ ഒന്ന് കെട്ടിക്കേണ്ടേ. അപ്പോൾ ലൈലാത്താക്കും ഷാജഹാനിക്കാക്കും കാര്യം മനസ്സിലായി. കാരണം തലേ ദിവസം തന്നെ അവർക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫായിസ് എണീറ്റ് പോയപ്പോൾ അവരിങ്ങനെ രണ്ടുപേരും ഒരു കള്ളച്ചിരിയുമായി പരസ്പരം നോക്കി. എന്നാൽ കൂടി നൂറായുടെയും ഷെയ്ബായുടെയും വായിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള ഒരാകാംക്ഷ കൊണ്ട് അവർ ചോദിച്ചു, അതിന് ഇനിയിപ്പോൾ ഒരു പെണ്ണിനൊക്കെ പോയി കണ്ടെത്തണ്ടേ? അതോ അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോടി? അവൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നോളം നമ്മുടെ നുഷൈബ പറഞ്ഞു, അല്ല ഉമ്മ, ഉപ്പ, നിങ്ങൾക്ക് സുമിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ സുമിത്തായെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക് പറഞ്ഞു, സുമി എന്താ നല്ല കുട്ടിയാണല്ലോ, അവൾ തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യവും നോക്കുന്നത്. അവൾ നല്ല കുട്ടിയാണ്. പക്ഷെ അതല്ല ഇപ്പോൾ വിഷയം. അവൾക്ക് ഇപ്പോൾ കല്യാണാലോചന വന്നതല്ലേ, നമ്മുടെ ഉസ്മാൻ ഹാജിയുടെ മോൻ്റെ. അവൾ കല്യാണം കഴിഞ്ഞു പോയാൽ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമോ എന്ന് ചോദിച്ചു ഷാജഹാനിക്ക. അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു, അത് ശരി, അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ സുമിയെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ താല്പര്യമില്ല അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് സുമിയെ നമ്മുടെ ഫായിസിക്കാനെ കൊണ്ട് ആലോചിച്ചാലോ എന്ന് അവൾ ചോദിച്ചു. നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തയും പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കി. അതിൻ്റെ ശേഷം നമ്മുടെ ലൈലാത്ത ചോദിച്ചു, അതിന് ഫായിസിന് അവളെ ഇഷ്ടമാവുമോ? അതുപോലെ തന്നെ അവൾക്ക് ഫായിസിനെയും ഇഷ്ടമാവുമോ? ഇന്നത്തെ പെൺകുട്ടികളല്ലേ, അവരുടെ മനസ്സിലൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് അവർ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിച്ചു. കാരണം അവർക്ക് സുമിയുടെയോ ഫായിസിൻ്റെയോ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ. കാരണം തങ്ങളുടെ മനസ്സിലുള്ള അതേ ചിന്ത അവരുടെ മനസ്സിൽ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെ എളുപ്പമായല്ലോ എന്ന ചിന്ത കൊണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ നൂറ ഉടനെ ചാടിക്കൊണ്ട് പറഞ്ഞു, ചാടി എണീറ്റുകൊണ്ട് ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ ചാടി എണീറ്റുകൊണ്ട് അവൾ പറഞ്ഞു, അവർക്ക് രണ്ടുപേർക്കും എപ്പോഴേ സമ്മതം. ഇനി എൻ്റെ ഉപ്പക്കുട്ടിയും ഉമ്മക്കുട്ടിയും സമ്മതിച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഷടപട എന്ന് കഴിയും എന്ന് പറഞ്ഞു അവൾ. ഷാജഹാനിക്ക പറഞ്ഞു, ഹമ്പടാ കള്ളന്മാരെ, ഇവിടെ ഞങ്ങൾ മുതിർന്നവർ ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങളെ ഒന്നും അറിയിക്കാതെ നിങ്ങൾ 4 പേരും ചേർന്ന് തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു അല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾക്കിതിലെന്ത് കാര്യം എന്നെല്ലാം അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഷാജഹാനിക്ക കൃത്രിമ ദേഷ്യം അഭിനയിച്ചു. അതുപോലെ തന്നെ ലൈലാത്തയും ഒരു കള്ളച്ചിരിയുമായി, ഉള്ളിൽ കള്ളച്ചിരിയുണ്ട് എന്നാലും പുറത്ത് ഇങ്ങനെ മുഖത്ത് കൃത്രിമ ദേഷ്യം അഭിനയിച്ച് ഇങ്ങനെ ഒരു വശത്തേക്ക് മുഖം ചരിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ നൂറ വന്നുകൊണ്ട് രണ്ടുപേരുടെയും താടിയിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, നൂറാക്കാണ് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം ഉമ്മായുടെയും ഉപ്പായുടെയും അടുത്ത്. അവളാണ് എന്നും അവരുടെ കൊഞ്ചിക്കുട്ടി. നമ്മുടെ നുഷൈബ കുറച്ച് സൈലൻ്റാണ്, അഭിപ്രായങ്ങളെല്ലാം പറയും, എന്നാലും പെട്ടെന്ന് ചാടിക്കേറിയൊന്നും അവൾ പറയില്ല. നമ്മുടെ നൂറ വന്ന് രണ്ടുപേരുടെയും താടിയിൽ പിടിച്ച് ഇങ്ങനെ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു, ആ എൻ്റെ ഉപ്പക്കുട്ടിയും ഉമ്മക്കുട്ടിയും പിണങ്ങാതെ, ഞങ്ങൾ സംസാരിച്ചത് കൊണ്ട് ഇനി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായില്ലേ, ഇനി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തയും ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ് നമ്മുടെ സുമിയെ, അവളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല. പിന്നെ ഇന്നത്തെ മക്കളല്ലേ, അവർക്ക് 2 പേർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലല്ലേ നടക്കൂ. അൽഹംദുലില്ലാ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനമായി, സമാധാനമായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക പറഞ്ഞു, എന്നാൽ ഇനി വൈകിട്ട് ഉസ്മാൻ ഹാജി വിളിക്കുമ്പോൾ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് അദ്ദേഹം പറഞ്ഞു. ലൈലാത്ത പറഞ്ഞു, എന്നാൽ ഇനിയും നമ്മുടെ സുമി നമുക്ക് നഷ്ടപ്പെട്ടു പോവേണ്ട. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ വളയിൽ നിന്നും, അതായത് നമ്മുടെ ലൈലാത്താക്ക് കുറച്ച് ഗോൾഡിൻ്റെ വളകൾ ഉണ്ട്,
അപ്പോൾ നമ്മുടെ ലൈലാത്ത പറഞ്ഞു, എൻ്റെ വളയിൽ നിന്നും പുതിയ ഒരെണ്ണം നോക്കി ഞാൻ അവളുടെ കയ്യിന്മേൽ അണിയിക്കുകയാണ്. എൻ്റെ മരുമോളായിട്ട് ഇന്ന് തന്നെ ഞാൻ അവളെ സ്വീകരിക്കുകയാണ്. ഇനി മറ്റാരും അവളെ ചോദിച്ചു വരികയോ അവൾക്ക് വേണ്ടി ഇനി ഒരു കല്യാണാലോചന ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു, നിൽക്കുമ്മ, നമുക്കൊന്ന് സർപ്രൈസ് ആക്കാം. നമുക്ക് നമ്മുടെ ഉസ്മാൻ ഹാജി വിളിച്ചിരുന്നു. അതുകൊണ്ട് അവർ വൈകിട്ട് വരുന്നുണ്ട്. 2-3 ദിവസം കഴിഞ്ഞാൽ കല്യാണ നിശ്ചയമാണ് എന്നെല്ലാം പറഞ്ഞ് നമുക്കൊന്ന് ഇക്കാനെയും ഇത്തായെയും പറ്റിക്കണം എന്ന് പറഞ്ഞു. 4 പേരും അടുക്കളയിലേക്ക് ചെന്നു. നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തയും നൂറായും നുഷൈബായും ഉണ്ട്. ഫായിസാണെങ്കിൽ സിറ്റ് ഔട്ടിൽ പുറത്ത് ഇരുന്ന് അവൻ അന്നത്തെ പത്രം ഇങ്ങനെ വായിക്കുകയായിരുന്നു. രാവിലെ തോട്ടത്തിൽ പോകുന്നതിന് മുൻപ് ഒന്ന് ഓടിച്ച് വായിച്ചു പോയതാണ്. വിശദമായി വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ലൈലാത്ത സുമിയോട് പറഞ്ഞു, മോളെ സുമി, നീ നമ്മുടെ ഹാളിലേക്ക് വാ, നിന്നോട് ഒരു അത്യാവശ്യം കാര്യം പറയാനുണ്ട്. അതുപോലെ തന്നെ നൂറായോട് പറഞ്ഞു, നൂറ, നീ പോയി ഫായിസിനോട് വരാൻ പറയ്, എല്ലാവരും ഹാളിലേക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രധാന കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ഹാളിൽ, അതായത് അവരുടെ വീട് ഓടിട്ട വീടാണല്ലോ, അവിടെ പൂമുഖം, നമ്മുടെ ഇന്നത്തെ വീടാണെങ്കിൽ ഹാളി എന്ന് പറയും, പൂമുഖത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ നമ്മുടെ ഷാജഹാനിക്കയും ഫായിസും അതുപോലെ തന്നെ ലൈലാത്തയും സോഫയിലായി ഇരുന്നു. പിന്നെ നമ്മുടെ നൂറായും നുഷൈബായും സുമയും 3 ചെയറുകളിലായിട്ട് ഇരുന്നു. അപ്പോൾ ഷാജഹാനിക്ക പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ ഇന്നലെ നമ്മൾ ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്തത് ആണെന്ന്. ഉസ്മാൻ ഹാജി ഇപ്പോൾ വിളിച്ചിരുന്നു. അദ്ദേഹം വൈകിട്ടാണ് വിളിക്കുക എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അവർക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നീക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. എന്തായി ഷാജഹാനെ, കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഇന്നലെ ചോദിച്ചതല്ലേ, ഇന്ന് ഇത്ര നേരമായില്ലേ, ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാനും ലൈലയും ചേർന്ന് തീരുമാനിച്ചു അവരോട് സമ്മതമാണ് എന്ന് പറയാൻ. കാരണം ഞങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങൾ 4 പേരും അനുസരിക്കാറാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും അത് സമ്മതമായിരിക്കുമെന്ന്. ഇത്രയും നല്ല ഒരു ബന്ധമല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമ്മതമായിരിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുമി ഇരുന്നിടത്ത് നിന്ന് അറിയാതെ എണീറ്റ് പോയി. ഉപ്പ, ഉമ്മ, നിങ്ങൾ എത്ര പെട്ടെന്ന് സമ്മതം കൊടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ അവൾ ദയനീയമായി നൂറായുടെയും നുഷൈബായുടെയും മുഖത്തേക്ക് നോക്കി. ഇതിനാണോ നിങ്ങളെ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവർക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട്. സുമി വിചാരിച്ചു, ഇവർക്കൊന്നും എന്നോട് ഇത്രയ്ക്കുള്ള ആത്മാർത്ഥതയുണ്ടായിരുന്നത് എന്നല്ല. അതുപോലെ തന്നെ ഫായിസും ഞെട്ടിപ്പോയി. അവൻ അറിയാതെ വിളിച്ചു, ഉമ്മ, ഉപ്പ, ഇത്ര പെട്ടെന്ന് സുമി ഇവിടെ നിന്ന് പോകുകയാണോ എന്നെല്ലാം ചോദിച്ചു. അവരുടെ ആ 2 പേരുടെയും പരവേശം കണ്ടപ്പോൾ നമ്മുടെ ഷാജഹാനിക്കാക്കും ലൈലാത്താക്കും അതുപോലെ തന്നെ നൂറാക്കും നുഷൈബാക്കും ഉള്ളിലിങ്ങനെ ചിരി വരുന്നുണ്ട്. എന്നാൽ അവർ അതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മുടെ ഷാജഹാനിക്ക് പറഞ്ഞു, എന്താ ഇന്നലെ പറഞ്ഞതല്ലേ, ഇത്ര സമയമായില്ലേ, എന്നിട്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിക്കുന്നത്? ഞാൻ കുറേ നേരമായി വിചാരിക്കുന്നു സുമി ഇങ്ങോട്ട് വന്ന അഭിപ്രായം പറയുന്നു. അവളായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ അവൾക്ക് പറയാൻ മടി കാണും. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വാക്ക് കൊടുത്തത്. പിന്നെ ഇവിടെ എൻ്റെയും ലൈലായുടെയും തീരുമാനങ്ങൾക്ക് സാധാരണ നിങ്ങൾ എതിര് നിൽക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാക്ക് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലൈലാത്ത കയ്യിൽ നിന്നും ഒരു ബോക്സ് എടുത്തു. ഒരു സ്വർണത്തിൻ്റെ വളയിട്ട ഒരു ബോക്സായിരുന്നു അത്. അതെടുത്തുകൊണ്ട് നമ്മുടെ ലൈലാത്ത സുമിയുടെ കൈ പിടിച്ച് കൊണ്ട് പറഞ്ഞു, മോളെ ഇവിടെ വാ, എൻ്റെ വക ഇതാ ആദ്യത്തെ നിനക്കുള്ള കല്യാണ സമ്മാനം എൻ്റെ വകയാണ്. ഇനി ഇത് നിൻ്റെ കയ്യിൽ കിടക്കട്ടെ. ഇത് ഞാൻ എടുത്തു വെച്ച പുതിയൊരു വളയാണ്. ഞാൻ നൂറാക്ക് അവളുടെ കല്യാണത്തിന് കൊടുക്കണമെന്ന് കരുതിയാണ്. പക്ഷേ നിൻ്റെ കല്യാണമല്ലേ ആദ്യം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉമ്മാൻ്റെ വക നിനക്കൊരു സമ്മാനം ഇതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്
ലൈലാത്ത സുമിയുടെ കയ്യിൽ പിടിച്ചു. എന്നാൽ സുമി ആ കൈ പിന്നിലേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അവൾ വേണ്ട ഉമ്മ എന്ന അർത്ഥത്തിൽ, എന്നാൽ മറുപടി പറയാനുള്ളൊരു ശേഷി അവൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ലൈലാത്ത അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ആ വള അണിയിച്ചു. നമ്മുടെ ഫായിസിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുമയുടെ കണ്ണും ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നൂറായും നുഷൈബായും നമ്മുടെ ഷാജഹാനിക്കയും ഇങ്ങനെ പുഞ്ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നൂറായും നുഷൈബായും അതുപോലെ തന്നെ ഷാജഹാനിക്കയും കൈ തമ്മിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, പറ്റിച്ചേ, ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞു. കാരണം അന്ന് ഏപ്രിൽ 1-ാം തീയതി ആയിരുന്നു. പറ്റിച്ചേ എന്നും പറഞ്ഞുകൊണ്ട്, ഏപ്രിൽ ഫൂളാക്കി എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ കൈയടിച്ചു. നമ്മുടെ ഫായിസാണെങ്കിൽ ഈ രംഗങ്ങളൊന്നും കാണാൻ ഉള്ള ശേഷിയില്ലാതെ അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. അവനും പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താണ് ഇവർ പറയുന്നത്, എന്താണ് ഈ പറ്റിച്ചേ എന്നൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ച് അവനും തിരിഞ്ഞു നോക്കി. സുമിയും ഇത് എന്ത് കഥ എന്നറിയാതെ ആകെ സ്തംഭിച്ച് നിൽപ്പാണ്. ആ സമയത്ത് നമ്മുടെ നൂറ ചോദിച്ചു, എടി കള്ളിപ്പെണ്ണെ, എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നത് എന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സുമി എന്താ എന്ന് അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ കല്യാണ നിശ്ചയം, സ്വർണം കെട്ടലാണ് ഇവിടെ നടന്നത്. അപ്പോൾ നമ്മുടെ ലൈലാത്ത പറഞ്ഞു, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എൻ്റെ മോളാണ്. ഇനി മുതൽ എൻ്റെ മരുമോളാണ്, എൻ്റെ ഫായിസിൻ്റെ പെണ്ണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ മരുമോളായി നിന്നെ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു സ്വർണ്ണ ആഭരണമാണ് ഞാൻ നിന്നെ അണിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മോള് ടെൻഷൻ അടിക്കണ്ട, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകിൽ തന്നെ ലൈലാത്ത സന്തോഷത്തിൻ്റെ ഒരു മുത്തം കൊടുത്തു. നമ്മുടെ ഫായിസിൻ്റെയും അതുപോലെ തന്നെ സുമിയുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. അവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയില്ല. നമ്മുടെ നൂറായും നുഷൈബായും അതുപോലെ തന്നെ ലൈലാത്തയും എല്ലാം സുമിയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാജഹാനിക്ക പറഞ്ഞു, ഇനി എല്ലാവരും അടുക്കളയിൽ പോയി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിക്കാണി. ഇന്നിപ്പോൾ ഇവിടെ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞില്ലേ, വളയിടലും സ്വർണം കെട്ടലും ഒക്കെ കഴിഞ്ഞില്ലേ. ഇനി നിങ്ങൾ വേഗം പോയിട്ട് ആ ഒരു സന്തോഷത്തിന് അപ്പോൾ ഒരു പാർട്ടിയൊക്കെ വേണ്ടേ. നമ്മൾ പണ്ടം കെട്ടുമ്പോൾ സാധാരണ പാർട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. വേഗം പോയിട്ട് അടുക്കളയിൽ നമ്മൾ സാധാരണ ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ബിരിയാണിയുടെ സാധനമെല്ലാം അവിടെ ഉണ്ടാവും. ഫായിസേ, നീ പോയിട്ട് നല്ല വലിയൊരു കോഴി തന്നെ നോക്കി വാങ്ങിക്കൊണ്ടു വാ, നമുക്ക് ഇന്ന് ഇതൊന്ന് ആഘോഷിക്കണമെന്നെല്ലാം പറഞ്ഞു. നമ്മുടെ ഫായിസ് പറഞ്ഞു, ഞാൻ എപ്പോഴേ റെഡി, എന്നാൽ ഞാൻ ഓടിപ്പോയി കോഴി വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കോഴി വാങ്ങാനായി പോയി. അതുപോലെ തന്നെ നൂറായും നുഷൈബായും സുമിയും അടുക്കളയിലേക്കും പോയി. ലൈലാത്തായോടും ഷാജഹാനിക്കായോടും അവർ 3 പേരും പറഞ്ഞു, എന്നാൽ ഇനി വേഗം കാമുകന്മാർ റൂമിലേക്ക് ചെല്ലി, എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ വിളിക്കാം, അപ്പോൾ കഴിക്കാനായി വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ 2 പേരെയും അവർ റൂമിലേക്ക് പറഞ്ഞയച്ചു. സുമിയും നൂറായും നുഷൈബായും അടുക്കളയിലേക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നുറുക്കാനും എല്ലാമായിട്ട് അവർ അടുക്കളയിലേക്കും പോയി.